നീ അറിഞ്ഞ ഞാൻ പെട്ടു. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഇതുവരെ തിരിച്ചിറങ്ങാനായിരുന്നു എൻ്റെ നേരം, പക്ഷെ വിചാരിച്ച പോലെ നടന്നില്ല. അതുകൊണ്ട് നേരെ അത് കയറിയ വഴിയാണ് തിരിച്ചിറങ്ങി. ഇവിടെ കുറെ കാഴ്ചവസ്തുക്കളുണ്ടെന്ന് പറഞ്ഞ് കൂട്ടിൻ്റെ ഉള്ളിൽ നേരത്തെ ഒരു കുരങ്ങൻ്റെ ഒച്ചയിട്ടപ്പോൾ ഞങ്ങൾക്ക് സംശയം തോന്നി. അപ്പൊ ഇതാണ് ശരിക്കും സംഭവം. കളിക്കണ കുട്ടിരാമാന്ന്. അങ്ങനെ ട്രാമ്പലിൻ കണ്ടപ്പോൾ ഞാനും അതിൽ കയറി. പാർക്കിലൊക്കെ കുട്ടികളൊക്കെ ഇങ്ങനെ തുള്ളിക്കളിക്കാൻ കാണുമ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് തോന്നിയിട്ടുണ്ടാവും നമുക്ക് ഇങ്ങനെ കയറി അതിൽ കുറച്ച് നേരം കളിക്കാമെന്നല്ലോ. അങ്ങനെ കുറേ നേരം അതിനകത്ത് പിള്ളേർ തുള്ളിക്കളിച്ചു. ഇതായിരിക്കുന്ന ഓളയും കുറേ നേരം ഇറിറ്റേറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഏകദേശം ഫുഡ് കഴിക്കാൻ ടൈമായി. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി റെസ്റ്റോറൻറ്റിലേക്ക് നടക്കുമ്പോഴാണ് നമ്മൾ നേരത്തെ ഓഫ് റോഡ് പോയ ജീപ്പ് കണ്ടത്. നേരെ റെസ്റ്റോറൻറ്റ് എത്തിയപ്പോഴത്തേക്ക് അവിടെ നല്ല ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു ഉച്ചക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട്. പിന്നെ ബിരിയാണി കഴിച്ച് വെറുതെ ഇരിക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് വൈഫ് പറഞ്ഞു ഇനി ഫിഷ് ചിക്കൻ്റെ വീഡിയോ എടുക്കണമെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ അഭിനയം തുടങ്ങി. അപ്പോൾ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റിൽ പറഞ്ഞോ. നെക്സ്റ്റ് പരിപാടി ഷട്ടിൽ കളിക്കുന്നത്. ഇതിൽ പൊട്ടു നോക്കിക്കോ. എന്നെ തോപ്പിക്കൊന്നും പറഞ്ഞ് ഷട്ടിൽ കളി തുടങ്ങിയതാണ്. കുറച്ചപ്പുറത്തേക്ക് ആളെ സ്വഭാവം മാറി. ഓരോ പോയിന്റ്സ് കിട്ടുന്ന ആ പോയിന്റ് ശരിയല്ല, എനിക്ക് ആ പോയിന്റ്സ് എന്നൊക്കെ പറഞ്ഞ് എന്നെ തല്ലാനൊക്കെ വരുന്നത് നിങ്ങളീ കാണുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, കളി തുടങ്ങി. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ആയി. കളിച്ച കളിയിൽ ഞാൻ തന്നെ ജയിച്ചു. എന്നിട്ട് തോറ്റ ആളവിടെ തോറ്റു തുന്നമ്പാടി ഇരിക്കുന്നുണ്ട്. തോറ്റ ആളതാ അവിടെ കുത്തിയിരിക്കുന്നുണ്ട്. എന്താണ് പറയാനുള്ളത്? പിന്നെ കുറച്ച് നേരം അവിടെ നടന്നു. അവിടുത്തെ ഈ റൂംസ് അതുപോലെ വ്യൂ അതൊക്കെ നോക്കി ഇങ്ങനെ നടന്നു. ഡൈനോസറിൻ്റെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു, അവരെയൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ ഒരു ഊഞ്ഞാലൊക്കെ ആടി. അങ്ങനെ ഊഞ്ഞാലാട്ടെല്ലാം കഴിഞ്ഞ് നേരെ നമ്മൾ പോയി തൂക്കുപാലത്തിലേക്ക്. അങ്ങനെ അതിസാഹസികമായി നൂൽപ്പാലവും കടന്നു കഴിഞ്ഞ ശേഷം ഇവിടുത്തെ ലാസ്റ്റ് ആക്ടിവിറ്റി ചെയ്യാൻ പോയി. അത് വേറെ ഒന്നുമല്ല, ഇവിടെ ഒരു പൂളുണ്ട്. അപ്പോൾ ഇനി കുറച്ച് നേരം പൂളിൽ പോയി കിടക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് ഇവിടുത്തെ പൂള്. പൂളിൻ്റെ അടുത്തെത്തിയപ്പോഴത്തേക്കും ഒരാളെ സ്വഭാവം മാറി. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ആളും ഇതും പറഞ്ഞു നിന്നോളം ഉന്തിയിട്ടപ്പോൾ അന്ന് പൂളിൽ ഇറങ്ങിയത്. അങ്ങനെ കുറേ നേരം പൂളിൽ ടൈം സ്പെൻഡ് ചെയ്ത് കുറേ നീന്താനൊക്കെ പഠിപ്പിച്ച് അങ്ങനെ പൂളിൽ കുറേ നേരം സംസാരിച്ചിരുന്നു. പിന്നെ നീന്താൻ പഠിച്ചിട്ടൊന്നുമില്ല, അത് വേറെ കാര്യം. അങ്ങനെ പൂളിൽ കുറേ നേരം ഇരുന്നപ്പോഴാണ് അവിടെ വാട്ടർഫോൾസ് ഉണ്ട്, അവിടെ ഇറങ്ങി കുളിക്കാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നേരെ നമ്മൾ വാട്ടർഫോൾസിലേക്ക് വിട്ടു. ഇവിടെ കേരള കർണാടക എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, പക്ഷേ അത് ഒറിജിനൽ ബോർഡർ ആണെന്ന് അറിയില്ല. പിന്നെ നേരെ വെള്ളത്തിലിറങ്ങി കുറച്ച് നേരം കുളിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ വെള്ളത്തിനൊക്കെ മുടിഞ്ഞ തണുപ്പായതുകൊണ്ട് അധികം നേരം നിന്നില്ല. പിന്നെ താഴെ വാട്ടർഫോൾസിൻ്റെ ഒരു കുളം കൂടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നേരെ നമ്മൾ അങ്ങോട്ട് വിട്ടു ഒന്ന് കാണാൻ വേണ്ടി. സംഭവം നൈസാണ്. സേഫ്റ്റിക്ക് വേണ്ടി അവർ കുറേ കയറൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അവിടെ ഇരുന്നപ്പോൾ കാലിന് മൊത്തം മീൻ വന്ന് കൊത്താൻ തുടങ്ങി. അപ്പോൾ ഫ്രീ ആയിട്ട് ഒരു ഫുഡ് സ്പായും കൂടി നടന്നു അവിടുന്ന്. അപ്പോൾ ഇവിടുത്തെ ലാസ്റ്റ് ആക്ടിവിറ്റി ഇതും കൂടി ഉള്ളൂ. അതുകൊണ്ട് കുറേ നേരം അവിടെ ഇരുന്ന് അങ്ങനെ സമയം കളഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് നേരെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഇനി നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഞാൻ പോകുന്നു. ബൈ ബൈ.